ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാൻ ഓഫ്. മക്കളെടാ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് 9ാം ക്ലാസ് ഹിന്ദിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ടല്ലോ, ജഡ്പഡ് ഓർ നഡ്പഡ്. അതിൽ നിന്ന് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആയിട്ടാണ്. അതായത് നമുക്കറിയാം, ഹിന്ദി പരീക്ഷയിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പോസ്റ്റർ മേക്കിംഗ് അല്ലേ. പോസ്റ്റർ തയ്യാർക്കരെ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ. അപ്പം ആ ഒരു ചോദ്യം നിങ്ങൾക്ക് മിക്കവാറും ഇപ്രാവശ്യം വരിക നമ്മുടെ ജഡ്പഡ് ഓർ നഡ്പഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ്. ആ ചാപ്റ്ററിൽ നമുക്കറിയാം, ആ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റഡ് പോയിന്റ് ആണ് നഡ്ഗഡ് കുരുത്തക്കേട് കളിച്ചില്ല. അതായത് തോണി, കടലാസിന്റെ തോണിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ പുഴയിലേക്ക് ഒഴുക്കിയ സമയത്ത് ചങ്ങായി കാല് തെറ്റിങ്ങാണ്ട് എന്ത് ചെയ്തു, ആ പുഴയിലേക്ക് വീണു അല്ലേ. പുഴയിലേക്ക് വീണ് ഇങ്ങനെ മുങ്ങിയും താണും ഒഴുകി പോകുന്ന സമയത്ത് അവന്റെ ചേട്ടനായ ജഡ്പഡ് പാലത്തിന്റെ മേലെ നിന്ന് താഴേക്ക് ചാടി നീന്തി അവനെ രക്ഷിച്ചു അല്ലേ. അപ്പൊ ആ ഒരു സംഭവത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറിയോ അല്ലെങ്കിൽ ലെറ്ററോ അതുമല്ലെങ്കിൽ ഇതുപോലൊരു പോസ്റ്ററോ നിങ്ങൾക്ക് ചോദിക്കും. ഓക്കെ, ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങൾക്ക് എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങളോ 4 മാർക്കിന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഏതായാലും ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ള ഡയറി ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ. 2024-25 ക്ലാസ് 9 ഹിന്ദി എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോ കിട്ടും. വീഡിയോകൾ കാണുക, പഠിക്കുക. ഒക്കെ ഷുവർ ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഈ ചാനലിൽ ചെയ്യുള്ളൂ, വെറുതെ എന്തെങ്കിലും വീഡിയോസും ചെയ്യില്ല. അപ്പം ഇവിടെ നമ്മൾ പഠിക്കാൻ പോണത് ചോദ്യം ഞാൻ വായിച്ചു തരാം, ശ്രദ്ധിക്കുക. ജഡ്പഡ് ने नदी में कूदकर नडगड की जान बचाई. जान എന്ന് പറഞ്ഞാൽ ജീവൻ എന്നാണ് അർത്ഥം അല്ലേ. ബച്ചായി എന്ന് പറഞ്ഞാൽ ബച്ചാന എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക എന്നാണ് അർത്ഥം. ജാൻ ബച്ചായി എന്ന് പറഞ്ഞാൽ ജീവൻ രക്ഷിച്ചു. അപ്പം ജഡ്പഡ് നദിയിലേക്ക് കുതുക്കർ ചാടിക്കൊണ്ട് നഡ്ഗഡിന്റെ ജീവൻ രക്ഷിച്ചു. ദെൻ മാൻലേ കരുതുക, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാനാ പറഞ്ഞത്. ഇസ് पर स्कूल में बधाई समारोह हो रहा है. ബധായി എന്ന് പറഞ്ഞാൽ അഭിനന്ദനം, അനുമോദനം എന്നൊക്കെയാണ് അർത്ഥം. സമാരോഹം എന്ന് പറഞ്ഞാൽ ആഘോഷം അല്ലെങ്കിൽ പരിപാടി എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ബധായി സമാരോഹം എന്ന് പറഞ്ഞാൽ അനുമോദന പരിപാടി അല്ലെങ്കിൽ ഒരു അനുമോദന ചടങ്ങ്. അപ്പോൾ നമ്മുടെ ജഡ്പഡിനെ ആശംസിച്ചുകൊണ്ട് അല്ലെ അനുമോദനം നടത്തുന്നതിന് വേണ്ടിയിട്ട് സ്കൂളിൽ ഒരു പരിപാടി നടത്താൻ പോവുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഈ സ്കേലിയെ ഏക്ക് പോസ്റ്റർ തയ്യാർക്കരെ, ഇതാണ് നിങ്ങൾക്ക് ചോദ്യം. അപ്പോൾ നമ്മുടെ ജഡ്പഡിനെ ആദരിക്കുന്ന ഒരു ചടങ്ങ് വരുന്നുണ്ട്. ആ ചടങ്ങിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്ററാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ പോസ്റ്റർ ഹിന്ദിയിൽ വളരെ സിമ്പിൾ ആക്കിയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. വളരെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി. അപ്പം ഇനി ഇതെല്ലാം വേറെ ഏതെങ്കിലും പോസ്റ്റർ ചോദിക്കുകയാണെങ്കിലും അതെങ്ങനെ ചെയ്യുക, അതിൻ്റെ ക്ലോസ് ഒക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ മക്കളെ, 4 മാർക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. എന്നാൽ പിന്നെ നമുക്ക് പരിപാടി തുടങ്ങാം കേട്ടോ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ പോസ്റ്റർ മക്കളെ. ഞാൻ ഒന്ന് ചെറുതാക്കി കാണിച്ചു തരാം. ഓക്കെ അല്ലേ. ഇതാണ് നമ്മുടെ പോസ്റ്റർ. ഇതിൽ ആദ്യം തന്നെ മക്കൾ ചെയ്യേണ്ടത്, പോസ്റ്റർ ആകുമ്പോൾ ഇപ്പം ഇതിൽ കാണിച്ച പോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ടൊരു ബോക്സ് വരയ്ക്കുക. ഓക്കെ, താഴെ ഇപ്പം ക്ലോസ് ചെയ്യേണ്ട, താഴെ ലാസ്റ്റ് എല്ലാം എഴുതി കഴിഞ്ഞ ശേഷം ക്ലോസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു ഫ്രഷ് പേജ് എടുക്കാം പോസ്റ്റർ ചെയ്താൽ. നമ്മളെ ആൻസർ ഷീറ്റ് എന്തായാലും നമുക്ക് സ്കൂളിൽ നിന്ന് ആൻസർ ഷീറ്റൊക്കെ കിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫ്രഷ് പേപ്പർ വാങ്ങിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ പോസ്റ്റർ എഴുതിക്കോ. തുടക്കത്തിലേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടേണ്ട ക്വസ്റ്റ്യൻസിലേ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള പോസ്റ്റർ ആണെങ്കിൽ അത് തന്നെ നിങ്ങൾ ഫസ്റ്റ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ ഇടുന്നു. ഇപ്പോൾ 20ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ ഇടുന്നു. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് പോസ്റ്റർ എന്ന് എഴുതാം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ ബോക്സ് വരയ്ക്കാം. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താടാ, സ്കൂളിൽ നടക്കുന്ന പരിപാടിയല്ലേ. അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിൽ സ്കൂളിൻ്റെ പേരാണ് എഴുതേണ്ടത്. നിങ്ങൾക്കിപ്പോൾ ഈ ഓണപ്പരീക്ഷയ്ക്കും അതേപോലെ ഹാഫ് ഇയർലി പരീക്ഷയ്ക്കൊക്കെ നിങ്ങൾക്കല്ലേ 9ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് നിങ്ങൾ സ്കൂളിലെ ടീച്ചർമാരിനെ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് തന്നെ എഴുതിയാൽ മതി. ഇനി സ്കൂളിൻ്റെ പേര് എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഞാൻ എന്താ കൊടുത്തത്, സർക്കാരി ഹൈസ്കൂൾ കോഴിക്കോട് എന്നാണ് കൊടുത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം സ്കൂളിൻ്റെ പേരും അതേപോലെ തന്നെ നിങ്ങളുടെ സ്ഥലവും കൊടുത്താൽ മതി, കുഴപ്പമില്ല. അത് നിങ്ങൾ ഹിന്ദിയിൽ കൊടുക്കണം. ഓക്കെ, അതെല്ലാം നിങ്ങൾ ഇങ്ങനെ തന്നെ സർക്കാരി ഹൈസ്കൂൾ, അതായത് ഗവൺമെൻറ് ഹൈസ്കൂൾ കോഴിക്കോട് തന്നെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊടുത്തോളൂ. എന്ത് കൊടുത്താലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, എന്നിട്ട് അതിനുശേഷം അത് നമ്മൾ ക്ലോസ് ചെയ്യണം. ഒരു സെപ്പറേഷന് വേണ്ടിയിട്ട് ചുമ്മാ ഇതൊക്കെ രസമാണ്, സ്റ്റൈലിൽ എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. ഇതൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് മാർക്ക് കിട്ടില്ല. അത് നല്ല ഭംഗിയിൽ എഴുതണം. കണ്ട, ഇതേപോലെ നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. ഇനി എന്താ ഇവിടെ പറഞ്ഞത്, അപ്പിനെ ബായി കി ജാൻ ബച്ചായി ജഡ്പഡ് കോ ബധായി. എന്താ പറഞ്ഞത്, തൻ്റെ ബായി സഹോദരൻ്റെ, അതായത് ജഡ്പഡിൻ്റെ സ്വന്തം സഹോദരനായ നഡ്ഗഡിനല്ലേ രക്ഷിച്ചത്. അപ്പം തൻ്റെ സഹോദരൻ്റെ ജാൻ ബച്ചായി, ജീവൻ രക്ഷിച്ച ജഡ്പഡിന് അനുമോദനങ്ങൾ അല്ലെങ്കിൽ ആദരങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ചെറിയൊരു കൊട്ടേഷനിൽ കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ക്യാപ്ഷൻ അല്ലേ. എന്നിട്ട് നമ്മൾ വലുതായിട്ട് ടൈറ്റിൽ കൊടുക്കുകയാണ്. എന്താണ്, ബധായി സമാരോഹ്, അനുമോദന ചടങ്ങ്. ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ബോക്സിലാക്കുന്നു. ഈ ബോക്സുകളൊക്കെ നിങ്ങൾ പെൻസിൽ കൊണ്ട് വരച്ചാൽ മതി. പേന കൊണ്ട് വരച്ചാൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ നന്നായിട്ട് വൃത്തിയേടാവും. അപ്പം ഉള്ളിൽ നല്ല പേന കൊണ്ട് എഴുതാനുള്ളൊക്കെ പേന കൊണ്ട് എഴുതിയിട്ട് ബോക്സുകളൊക്കെ നല്ല സ്കെയിൽ ഉപയോഗിച്ചിട്ട് വൃത്തിയായിട്ട് സ്കെയിൽ ഉപയോഗിച്ചിട്ട് തന്നെ വരയ്ക്കണം. വെറുതെ ഇങ്ങനെയൊക്കെ ചില കുട്ടികൾ വരയ്ക്കും, അങ്ങനെ ഒന്നും ചെയ്യരുത്. കറക്റ്റ് സ്കെയിൽ വെച്ചിട്ട് നല്ലപോലെ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഹെഡിങ് ആണ് നല്ല കട്ടിയിൽ
നല്ല ബോൾഡ് ആക്കിയിട്ട് എന്ത് ചെയ്യണം, നല്ല പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ കാണിക്കേണ്ടത്. കറക്റ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഹെഡിങ് ആണ് കാണേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് താഴെ ചില സാധനങ്ങൾ കൊടുക്കാനുണ്ട്. ഒരു പോസ്റ്റർ ഒക്കെ ആകുമ്പോൾ ഒരു പരിപാടിയെക്കുറിച്ചുള്ള പോസ്റ്റർ ആണെങ്കിൽ എന്തായാലും നമ്മൾ അത് എവിടെ വെച്ചാണ് നടക്കുന്നത്, അതേപോലെ ഏത് സമയത്താണ് നടക്കുന്നത്, ആരെങ്കിലും ഉദ്ഘാടനം ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ അവരുടെ പേര്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ വെക്കേണ്ടതുണ്ട്. ഓക്കെ, സോ ഇവിടെ നോക്ക്, സ്ഥാൻ ആദ്യം തന്നെ എവിടെയാണ് എന്നുള്ളതാണ് സ്ഥാൻ അല്ലെങ്കിൽ സ്ഥൽ എന്ന് എഴുതാം. നമുക്കറിയാം സ്കൂളിലെ പരിപാടികളൊക്കെ സ്കൂൾ സഭാഗൃഹയിലാണ് നടക്കുക. സ്കൂൾ സഭാഗൃഹം എന്ന് പറഞ്ഞാൽ സ്കൂൾ ഓഡിറ്റോറിയം അല്ലേ. പിന്നെ അടുത്തത് താരീഖാണ്. താരീഖ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡയറി ഉണ്ടാക്കി പഠിച്ചിരുന്നു. അപ്പോൾ ആ ഡയറിയിൽ നമ്മൾ പറഞ്ഞ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഡേറ്റ് ഇടുമ്പോൾ ചെയ്യേണ്ടത്. ഡേറ്റ് എഴുതുന്നു, എന്നിട്ട് മാസത്തിൻ്റെ പേരിൽ ഹിന്ദിയിൽ എഴുതുന്നു, എന്നിട്ട് വർഷം എഴുതുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് എഴുതാം, ഇത് തന്നെ പഠിച്ചാൽ ഇത് തന്നെ എഴുതാം. ഓക്കെ, ഇനി സമയം നമ്മൾ ഇതേപോലെ തന്നെ രാവിലെയാണല്ലോ നമ്മുടെ പരിപാടികളൊക്കെ സാധാരണ തുടങ്ങുക. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഷാം എന്ന് എഴുതാം. ഷാം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. സുബഹ് എന്ന് എഴുതിയാൽ തന്നെ കുഴപ്പമില്ല. ഓക്കെ, രാവിലെ 10 മണി, അതാണ് 10 ബജെ എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ഒന്നുകിൽ 10 ബജെ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ 10 എന്നിട്ടുണ്ട് ബജെ എന്നിടാം. ബജെ എന്ന് പറഞ്ഞാൽ മണി എന്നാണ് അർത്ഥം കേട്ടോ. ഓക്കെ, ഇനി ഉദ്ഘാടൻ എന്നാണ് ഉദ്ഘാടനത്തിന് പറയുക. ഉദ്ഘാടനം എന്ന് എഴുതിയിട്ട് എന്താ, പഞ്ചായത്ത് സജീവ്, പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് എഴുതി കഴിഞ്ഞാൽ എന്തായി, പ്രശ്നം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ പറ്റും. ഏറ്റവും താഴെയായിട്ട് നിങ്ങൾ ഇതാണ് എന്താ, സബ്കാ സ്വാഗത്. എത്ര സിമ്പിളാണ് നോക്കിയാൽ, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്നിട്ടാണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ 4 മാർക്ക് കിട്ടി. ഓക്കെ അല്ലടാ, ഓക്കെ അല്ലേ, സിമ്പിൾ അല്ലേ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മക്കൾ ഇത് ഷെയർ ചെയ്യണം കേട്ടോ പോസ്റ്റർ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇനി ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു മാറ്ററാണ് നിങ്ങൾക്ക് പോസ്റ്ററായിട്ട് വരുന്നെങ്കിൽ നിങ്ങൾ ഇതേ പാറ്റേൺ തന്നെ ആദ്യം സ്കൂളിൻ്റെ പേര് എഴുതുന്നു. ഓക്കെ, സ്കൂളിൽ വെച്ച് നടക്കുന്ന ഒരു പരിപാടിയാണെങ്കിൽ സ്കൂളിൻ്റെ പേര് എഴുതുന്നു. ഇനി അതല്ല സ്കൂളിൽ വെച്ച് നടക്കുന്ന പരിപാടി അല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ തരും ആരാണ് പരിപാടി നടത്തുന്നതെന്ന്. അപ്പോൾ ആരാണോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ പേരൊക്കെ തന്നാൽ അതിൻ്റെ പേര് നിങ്ങൾ ടോപ്പിൽ ഇങ്ങനെ എഴുതിയാൽ മതി, പ്രശ്നം കഴിഞ്ഞു. അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് എന്ത് ടൈറ്റിൽ എന്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പരിപാടി നടത്തുന്നത്, എന്തിനെക്കുറിച്ചാണ് നമ്മൾ പരിപാടി നടത്തുന്നത് എന്നുള്ളത് എവിടെ ഉണ്ടാവും, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അത് ആ ഹെഡിങ് എന്ത് ചെയ്താൽ മതി, ഇവിടെ പ്രൊജക്റ്റ് ചെയ്ത് എഴുതുക. പിന്നെ നിങ്ങൾക്ക് ഈ സ്ഥാന്, താരീഖ്, സമയ, ഉദ്ഘാടനം ഇതെല്ലാത്തിലും സെയിം ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എല്ലാത്തിലും സ്കൂൾ സഭാഗൃഹം എഴുതുക, ഇഷ്ടമുള്ള ഡേറ്റ് എഴുതുക, പിന്നെ ഇഷ്ടമുള്ള ടൈം എഴുതുക, പിന്നെ ലാസ്റ്റ് എല്ലാത്തിനും ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് വെച്ചാൽ അതിൽ പ്രശ്നമൊന്നുമില്ല, അതൊന്നും വിഷയമുള്ള കാര്യമില്ല. പിന്നെ സബ്കാ സ്വാഗതം, ഇത്രയുള്ള കാര്യം. അപ്പോൾ ആകെ മാറെന്താ, ഈ ഒരു സാധനം മാത്രമേ മാറുള്ളൂ സ്കൂളിൽ നടക്കുന്ന പരിപാടിയാണെങ്കിൽ. സിമ്പിൾ അല്ലടാ, സിമ്പിൾ ആണ് അല്ലേ? അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടാവും ഇവിടെ എന്താ എഴുതേണ്ടതെന്നുള്ളത്. അപ്പോൾ മക്കളെ പോസ്റ്ററിൽ 4 മാർക്ക് ഉറപ്പിച്ചോളി. എന്തായാലും ഇത് ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ ഹബീബി, നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ പരമാവധി ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കും എല്ലാവർക്കും ടീച്ചർമാർക്കും ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക. ടീച്ചർമാരും പഠിച്ചോട്ടെ എന്ന്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.